ഹലോ ഗായ്സ്, നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മപ്പാസാണ്. അപ്പം ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കിയ 3/4 കിലോ ചിക്കനിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂണ് ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ, കുറച്ച് സ്പൈസസും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി ഇട്ടെടുത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി വഴഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഓരോരാൾക്കാരുടെ എരിവിനനുസരിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഇട്ട് നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2ാം പാൽ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ചെറുതായി തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് കാച്ചിയെടുത്ത് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇവിടെ നമ്മളെ ചിക്കൻ മപ്പാസ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു ഐറ്റമാണിത്.